അലൈൻമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? വീൽ അലൈൻമെൻറ്റ് എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്? വീൽ അലൈൻമെൻറ്റ് ഔട്ടാകാനുള്ള കാരണം എന്താണ്? ഇനി വീൽ അലൈൻമെൻറ്റ് കമ്പനി ചെയ്യണോ അതോ പുറത്ത് ചെയ്യണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് കാര്യമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഫസ്റ്റ് തന്നെ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്? കൃത്യം 5000 കിലോമീറ്റർ കൂടുമ്പോൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പണ്ടത്തെ എൻ്റെ വീഡിയോസിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, 10000 കിലോമീറ്റർ കൂടുമ്പോഴല്ലേ ഞാൻ സർവീസ് സെൻറ്ററിൽ പോകുന്നുള്ളൂ, എന്നാൽ അന്നേരം ചെയ്താൽ പോരെ? 10000 കിലോമീറ്റർ കൂടുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് ചെയ്യേണ്ടത്. പക്ഷേ 10000 കിലോമീറ്റർ കൂടുമ്പോഴല്ല അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് 5000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്യണം. കാരണം നമ്മുടെ റോഡ് കണ്ടീഷൻ നമുക്കറിയാം. റോഡ് കണ്ടീഷൻ മോശമാകുന്നത് പോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ്, അതായത് ടയറിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം മോശപ്പെട്ട വഴി കൂടെ ഓടുന്ന സമയത്ത് ഒരുപാട് വൈബ്രേഷൻസ് ആണ് നമ്മുടെ ടയർ സസ്പെൻഷനിലോട്ട് കൊടുക്കുന്നത്. സസ്പെൻഷനിൽ നിന്നും സ്റ്റിയറിംഗ് ബോക്സിലോട്ട്, ടയറോട് വഴി സ്റ്റിയറിംഗ് ബോക്സിലോട്ട് വരുന്നത്. ഇങ്ങനെ വൈബ്രേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ചെറിയ രീതിക്ക് ലൂസാവുകയോ അലൈൻമെൻറ്റ് ഔട്ട് ആകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ അലൈൻമെൻറ്റ് ഔട്ടാവും, ടയറിന് വേറ് വരും. അപ്പോൾ അൺഈവനായിട്ടൊക്കെ ഉള്ള വേറ് വരുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ടയർ റൊട്ടേഷൻ ചെയ്തിരിക്കണം, മസ്റ്റാണ്. ഇങ്ങനെ കൃത്യമായിട്ട് ടയർ റൊട്ടേഷനും അലൈൻമെൻറ്റും 5000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിന് 1,00,000 കിലോമീറ്റർ വരെ ആയുസ് ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു മടുപ്പ് തോന്നി 10000 കിലോമീറ്റർ അല്ലെങ്കിൽ 15000 കിലോമീറ്ററിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫ് കുറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു കാരണവശാലും ടയർ ലൈഫ് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി കമ്പനി ചെയ്യണോ പുറത്ത് ചെയ്യണോ, അത് കസ്റ്റമറുടെ ഇഷ്ടമാണ്. കമ്പനി ചെയ്താലും പുറത്ത് ചെയ്താലും ഏറെക്കുറെ ഒരുപോലെയാണ്. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്കൊരു വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ടയറിനൊക്കെ വാറണ്ടി വരുന്നതാണ്, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ടയർ വാറണ്ടി കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് കമ്പനി തന്നെ ചെയ്യണം. അവർക്ക് പ്രൂഫ് അവിടെ വേണം. അങ്ങനെയാണെങ്കിൽ ഏത് രീതിക്ക് അൺഈവനായിട്ടുള്ള വേറോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ സൈഡിലൊക്കെ ഏതെങ്കിലും ഒരു കല്ല് തട്ടി പൊട്ടിപ്പോയെന്ന് വയ്ക്കുക. അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു വാറണ്ടി കിട്ടത്തില്ല, ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അൺഈവനായിട്ടുള്ള വേറോ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ക്ലെയിം എടുക്കാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഇനി അലൈൻമെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ടയറിന് വേറ് കൂടും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ടയർ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം കൂടെ, അലൈൻമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? പക്ഷേ ശരിക്കും കുറയും. എങ്ങനെയാണ് അലൈൻമെൻറ്റ് ഔട്ടായി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നത്? വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഷോപ്പിംഗ് മാൾസിലൊക്കെ ഷോപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഒരു ട്രോളി തള്ളാത്തതായിട്ട് ആരും കാണത്തില്ല. ഈ ട്രോളിയുടെ വീല് കൃത്യമായിട്ട് നേരെ പോവുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് തള്ളാം. നമ്മളൊരു എഞ്ചിനാണ്, നമുക്ക് എഫേർട്ട് വളരെ കുറച്ച് മതി അത് പുഷ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ട്രോളിയുടെ ടയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടന്നിങ്ങനെ കുലുങ്ങുകയോ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വലിച്ചൊരു സൈഡിലോട്ട് കൊണ്ടുപോകണം. ഈ വലിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണോ അത്രയും ഫോഴ്സ് എഞ്ചിൻ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു ഫോഴ്സ് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അലൈൻമെൻറ്റ് ചെയ്യുക. അലൈൻമെൻറ്റിൽ കൂടുതലും വാഹനങ്ങൾക്ക് ടോ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാസ്റ്ററും ക്യാമറും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാസ്റ്ററും ക്യാമറക്കും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഷോക്കോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളോ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന സമയം കളയരുത്.